ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിന്റെ ആദ്യ പാദത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡിനോട് 3-2 പരാജയപ്പെട്ടു. ഇതിഹാസ സ്ട്രൈക്കർ സെർജിയോ അഗ്യൂറയ്ക്ക് ഇനി വേദനാജനകമായ ഒരു തോൽവി നേരിടേണ്ടി വരും. മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് തോറ്റാൽ തന്റെ ടെസ്റ്റ് കല്ലുകൾ വെട്ടിക്കളയുമെന്ന് വാഗ്ദാനം കളിക്ക് മുൻപേ ചർച്ചയായിരുന്നു. നിലവിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാർ സ്പാനിഷ് വമ്പന്മാരെ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫ് പോരാട്ടത്തിന്റെ ആദ്യ പാദത്തിനായി എത്തിഹാദ് സ്റ്റേഡിയത്തിൽ സ്വാഗതം ചെയ്തു. വിലമതിക്കാനാവാത്ത ഒരു വിജയമായിരുന്ന ആ വിജയം അവർ കൈവിട്ട് കളഞ്ഞു. കെലിയൻ എംബാപ്പ സമനില ഗോൾ നേടുന്നതിന് മുമ്പ് എർലിംഗ് ഹാലൻഡ് സിറ്റിംഗ് ലീഡ് നൽകിയിരുന്നു. ഹാലൻഡിന്റെ അവസാന പെനാൽറ്റിയിലൂടെ നിർണായക വിജയം നേടുമെന്ന് ആതിഥേയർ പിന്നീട് കരുതി. എന്നാൽ മുൻ സിറ്റിംഗ് താരം ബ്രാഹിം ഡയസും ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഇഞ്ചുറി ടൈം വിജയം നേടിയ ഗോളുകൾ സ്പാനിഷ് വമ്പന്മാർക്ക് മികച്ചൊരു വഴിത്തിരിവായി. ഈ തോൽവി സിറ്റിംഗ് വേദനാജനകമാണെങ്കിലും കിക്ക് ഓഫിന് മുൻപ് ധീരമായ ഒരു പ്രചാരണം നടത്തിയ ഇതിഹാസം മുൻ സ്ട്രൈക്കിംഗ് അഗ്യൂറയ്ക്ക് ഇത് കൂടുതൽ ആഘാതമായേക്കാം. സോം ഐ സെറം FCB പ്രോഡ്കാസ്റ്റിൽ സംസാരിക്കവേ അർജന്റീനക്കാരനായ അഗ്യൂറോ പറഞ്ഞു, റയൽ മാഡ്രിഡിന് മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിക്കാൻ കഴിയില്ല. അവർ സിറ്റിയെ തോൽപ്പിച്ചാൽ ഞാൻ എന്റെ വൃക്ഷണങ്ങൾ മുറിച്ചു കളയും. ആദ്യ പകുതിയിൽ 2 ഗോളുകൾ നേടുമെന്നും അഗ്യൂറ $10,000 പന്തയം വെച്ചിരുന്നു. ഹാലൻഡിന്റെ ആദ്യ മത്സരത്തിൽ ആദ്യ പകുതിക്ക് മുമ്പ് അദ്ദേഹം ആ ഗോളിന് വിട പറയേണ്ടി വന്നു. തന്റെ മുൻ എതിരാളികളിൽ ഒരാളായ വെയിൻ റൂണിനെയും സിറ്റിയുടെ തകർച്ചയെക്കുറിച്ച് വിധി പ്രസ്താവിച്ചു. ഗാർഡിയോളയുടെ ടീം നിഷ്കളങ്കതയോടെയാണ് മത്സരത്തിലേക്ക് ഇറങ്ങിയതെന്ന് അവകാശപ്പെട്ടു. ആമസോൺ പ്രൈം വീഡിയോയിൽ സംസാരിക്കുമ്പോൾ മുൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം പറഞ്ഞു, മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ധാരാളം ദയനീയത കാണാൻ സാധിച്ചു, പ്രത്യേകിച്ച് കളിയുടെ അവസാനത്തിൽ. ഇന്ന് രാത്രി കളിക്കാർ പരസ്പരം നോക്കുകയായിരുന്നു, പരസ്പരം വിശ്വാസക്കുറവോടെ. ഗാർഡിയോളയ്ക്ക് അത് ഒരു ആശങ്കയാണെന്ന് ഞാൻ കരുതിയിരുന്നു. അടുത്ത ആഴ്ച സ്പാനിഷ് തലസ്ഥാനത്ത് നടക്കുന്ന സെക്കൻഡ് ലെഗിന് മുൻപ് അഗ്യൂറോ കുറച്ചുകൂടി എളിമയോടെ പെരുമാറുകയായിരിക്കും ഉചിതം. മത്സരത്തിലെ അവസാന 16-ൽ ഇടം നേടണമെങ്കിൽ സിറ്റിക്ക് ഇപ്പോൾ വിജയം അനിവാര്യമാണ്. ഇല്ലെങ്കിൽ അഗ്യൂറോയ്ക്ക് താൻ പറഞ്ഞ വാക്ക് പാലിക്കേണ്ടി വന്നേക്കാമെന്നും സോഷ്യൽ മീഡിയയിൽ ഹാസ്യരൂപേണ പറയുന്നുണ്ട്.